ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. വലതുകാല് വെച്ച് കേറാതിരെ. സർവേശ്വര, ദുർനിമിത്തമാണല്ലോ. അതൊന്നും സാരമില്ല അമ്മായി. അത് കാറ്റുകൊണ്ട് അണഞ്ഞു പോയതായിരിക്കും. മോളെ, തീപ്പെട്ടി എവിടെ? മോളെ, ഈ വിളക്ക് ഹരിയുടെ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് അനുഗ്രഹം വാങ്ങിക്ക്. വാ. ഹരിമോനെ, അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്ക്. ഇനി മക്കളെ രണ്ടാളും വാ, അങ്ങോട്ടിരിക്കാം. വാ. ദേ, രണ്ടാളും കൂടി പപ്പാതി കഴിച്ചോണം. ആദ്യം ചേട്ടൻ കുടിക്ക്. മതിയോ? മതി. ഇത് ഒന്നേ ഉള്ളോ? ഇത് തന്നെ ധാരാളം. പഴത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ രണ്ടാളും പങ്കുവെക്കുന്നു എന്ന അർത്ഥത്തിലാ അത് പങ്കുവെക്കേണ്ടത്. ചടങ്ങുകളെല്ലാം മംഗളകരമായി നടന്നല്ലോ. എന്നാ ദേവകിയമ്മ, ഞങ്ങൾ ഇറങ്ങുക. ഹരി, പ്രധാനപ്പെട്ട വിരുന്നുകളൊക്കെ കഴിഞ്ഞിട്ട് ആതിരയും കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം കേട്ടോ മോളെ. മറക്കണ്ട. ഇപ്പോഴേ തിരിച്ചാലേ രാത്രി മുമ്പേ അങ്ങ് എത്തൂ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശോഭേ, ശരി ശോഭ. എന്നാ പിന്നെ
പോവാം. ശരി. മോളെ വാ, നമുക്ക് അപ്പുറത്തോട്ടിരിക്കാം. വാ. അഭിലാഷേ, കഴിഞ്ഞോ നാടകം? ഹേയ്, ഇതൊക്കെ ഓരോരോ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ അല്ലേ, നാടകമൊന്നുമല്ല. നീ ടെറസിലേക്ക് വാ, നിനക്കുള്ള ആചാരപടി ഞാൻ അവിടെ ഒരുക്കിയിട്ടുള്ളൂ. അപ്പൊ ഹരി ഡ്രിങ്ക്സ് പാർട്ടി ടെറസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം വെച്ചാണെങ്കിലും ഇവന് കാര്യവിവരമുണ്ട്. ഹരി, എനിക്ക് തിരക്കില്ലടാ, കുറച്ച് കഴിയട്ടെ. സന്ധ്യക്ക് നല്ല വൈബാ, അപ്പൊ പൊട്ടിക്കാം. കയറി വാടാ. ഇപ്പൊ തന്നെ ചെന്നില്ലെങ്കിൽ ചിലപ്പോ നഷ്ടായാലോ. ജയ, നീ തിരികെ പോരുമ്പോഴേ ടച്ചിങ്സും കൂൾ സോഡയും വാങ്ങി നേരെ ടെറസിലേക്ക് കയറുക. ഓക്കെ? ഹരി, ഡാ, എന്റെ പങ്ക് ഇതിലോട്ട് ഒഴിച്ചോ. പറടാ, എല്ലാരും ഒന്നിച്ച് ഈ വീട്ടിൽ ജീവിക്കുന്ന ആതിരെ പ്രഖ്യാപിക്കുമ്പോ കല്യാണ മണ്ഡപമുറ്റത്ത് നീ ചില കഥകളി മുദ്രകൾ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താ കാര്യം? നമ്മുടെ വീട്ടില് എല്ലാവരുടെയും കൂടെ ആരുടെയും സന്തോഷം കെടുത്താതെ ജീവിച്ചതുപോലെ തന്നെയാവും ഹരിച്ചേട്ടന്റെ വീട്ടിലും എന്റെ ജീവിതം. ഓ, അത് ആതിരയുടെ അച്ഛനെ സമാധാനിപ്പിക്കാൻ ആതിര ചുമ്മാ ഡയലോഗ് അടിക്കുകയാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പോയി ആതിരയോട് ചോദിച്ചിട്ട് വരാം. നീ പോവാൻ വരട്ടെ. എന്റെ അച്ഛന്റെ സ്പൈ ആണോ നീ? എന്താണോന്ന്? എന്റെ അച്ഛന് വേണ്ടി നീ ചാരപ്പണി എടുക്കുന്നുണ്ടോ? എന്താടാ നീ ഇങ്ങനെ? എടാ, നീ എന്റെ ചങ്ക് ബ്രോ അല്ലേ? ഞാൻ ചെയ്തതും പറഞ്ഞതും എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ലേ? എന്റെ ഉദ്ദേശശുദ്ധിയെ നീ സംശയത്തിന്റെ നിഴലിൽ നിർത്തരുത് ഹരി. അതിന് എന്റെ ഒരു ചോദ്യത്തിന് നീ കൃത്യമായ ഉത്തരം നൽകിയേ മതിയാവും. നൽകാം, നീ ചോദിക്കേ. കാറി കയറാൻ നേരം അച്ഛനോട് ചില സംശയങ്ങൾ തീർക്കാൻ ഒരുങ്ങിയ എന്നെ നീ എന്തിനാ തടഞ്ഞേ? ഹലോ ആതിരെ, ഞാനിങ്ങ് മേലോട്ട് പോന്നു. അയ്യോ, ഹരിച്ചേട്ടൻ എന്നെ തനിച്ചാക്കി ഇത്ര പെട്ടെന്ന് മേലോട്ട് പോയോ? ടെറസിലുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. ചില നേരത്തെ ഹരിച്ചേട്ടന്റെ വർത്താനം കേട്ടാലേ പേടിച്ചു പോവും മനുഷ്യര്. ഇത്തരം സംസാര രീതി ഒന്ന് മാറ്റി പിടിച്ചൂടെ ഹരിച്ചേട്ടാ? നേരിട്ട് എനിക്ക് ചിലത് ആതിരയോടും ശിവദാസങ്ങളോടും സംസാരിക്കാനുണ്ട്. മാറ്റി പിടിക്കണോ വേണ്ടെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഹലോ, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞ തുക മുഴുവനുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. അഭിലാഷേ, നീ ഇവിടെ നിൽക്കും, ഞാനിപ്പോ വരാം. ഞാനാ ഹരീഷ്ണ. സാറേ, ഞാൻ ഫാസ്റ്റ് ഫിനാൻസിൽ നിന്ന് വരുന്നതാ. അകത്തേക്ക് ഇരിക്കാം നമുക്ക്. വേണ്ട, സാറിന്റെ ID കാർഡ് ഒന്ന് വെരിഫൈ ചെയ്യണം. ജസ്റ്റ് ഈ 2 പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്യണം, അത്രേ ഉള്ളൂ. സാറേ, ഈ 2 പേപ്പറിൽ ഒന്ന് സൈൻ ഇട്ട് തരണം. ഇതാ അവിടെ, അടുത്ത പേജ്. അതാ ഇവിടെ. സാർ, ക്യാഷ് മുഴുവനും ഈ ബാഗിനകത്തുണ്ട്. എണ്ണി നോക്കാം, ഞാൻ വെയിറ്റ് ചെയ്യാം.
ബാങ്ക് ബണ്ടിലാണല്ലേ? അതെ സർ. ഓ ശരി, അപ്പൊ കുഴപ്പമില്ല. അല്ല, കുടിക്കാൻ എന്തെങ്കിലും? ഓ ഒന്നും വേണ്ട സർ. ആ വരട്ടെ, കാണാം. ശരി. ആ, നീ പറഞ്ഞ പോലെ തന്നെ സാധനം കൊണ്ടുവന്നല്ലേ? ബാഗിലാക്കിയത് കൊള്ളാം. വീട്ടുകാർക്ക് കാര്യം മനസ്സിലാവില്ലല്ലോ. ആ, വേഗം പൊട്ടിക്ക്. രണ്ടെണ്ണം വിട്ടിട്ട് വേണം വീട്ടിൽ പോയി മനസ്സമാനായിട്ട് കിടന്ന് ഉറങ്ങാൻ. ഇത് നിനക്കുള്ളത് തന്നെ, പക്ഷേ നീ ഉദ്ദേശിക്കുന്നതല്ല.